ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴ്നാട് മധുരയിലുള്ള സിക്കന്ദർ മല കാണുവാൻ സുഹൃത്തിനോടൊപ്പം പോയ യാത്രാ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പായതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. ശനിയാഴ്ച രാത്രി 10 മണിക്ക് കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ പാലക്കാടേക്ക് ട്രെയിൻ കയറി. തിരക്കുണ്ടായിരുന്നെങ്കിലും രണ്ടുപേർക്കും ഇരിക്കാനുള്ള സീറ്റ് കിട്ടി. പുലർച്ചെ 2:30 മണിയോടുകൂടി ഞങ്ങൾ പാലക്കാടേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് മധുരയിലേക്ക് 4:20 ട്രെയിനാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. രാത്രി ഭക്ഷണം കഴിച്ചില്ല, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. ട്രെയിൻ വരാൻ ഇനിയും ഒരുപാട് സമയം കൂടി ഉള്ളതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇഷ്ടംപോലെ ലഘുഭക്ഷണശാലകളും ഹോട്ടലുകളൊക്കെ ഈ സമയത്തും തുറന്നിട്ടുണ്ട്. അടുത്ത യാത്ര അമൃത എക്സ്പ്രസ്സിലാണ്. ഇത് തിരുവനന്തപുരത്തു നിന്നും രാമേശ്വരത്തേക്ക് പോകുന്ന ട്രെയിനാണ്. 4:30 ട്രെയിൻ പുറപ്പെട്ടു. ഇരിക്കാനുള്ള സീറ്റെങ്കിലും കിട്ടണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ട്രെയിനിൽ കയറിയത്. പക്ഷേ ഒരു രക്ഷയും ഉണ്ടായില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, മേലേക്ക് വലിഞ്ഞു കയറി. ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കാമെന്നാണല്ലോ. രണ്ടുപേരും കൂടി ഈ റാക്കിലാണ് കിടന്നുറങ്ങിയത്. രാവിലെ 9:45 മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഫ്രഷായി പുറത്തുനിന്ന് ഫുഡും കഴിച്ചു. അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡുണ്ട്, നേരെ അവിടത്തേക്ക് നടന്നു. ബസ് കയറി. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ. ഒരാൾക്ക് 16 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. തിരുപ്പുറം കുണ്ട്രം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ആ കാണുന്നതാണ് സിക്കന്ദർ മല. നമ്മളിവിടെ എത്തിയപ്പോൾ നല്ല ബാൻഡ് മേളവും പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് നല്ല ഒരു അടിപൊളി സ്വീകരണമാണ് നമുക്കിവിടെ ലഭിച്ചത്. കല്യാണ പരിപാടി ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. ഇവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് കാതുകുത്ത് കല്യാണമാണ് എന്ന്. കാതുകുത്ത് കല്യാണം ഇവിടെ വലിയ ആഘോഷമാണ് എന്ന് തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ട വലിയ ബാനറുകളും പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചത് കാണാം. ഈ മലയുടെ മുകളിലാണ് സിക്കന്ദർ ബാദുഷാ ഔലിയ അവറുകളുടെ ദർഗയുള്ളത്. ഈ മലയുടെ മറ്റൊരു വശത്തായിട്ട് മുരുകൻ്റെ ഒരു അമ്പലവും കൂടിയുണ്ട്. 11:20 ഞങ്ങൾ മല കയറാൻ ആരംഭിച്ചു. ഇവിടെ ഇപ്പോൾ ചെറിയൊരു കമ്മ്യൂണൽ പ്രോബ്ലം നടക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് ചെക്കിംഗ് ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് പോലീസുകളെ നമുക്ക് കാണാം. താഴെ നമുക്ക് നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ മുകളിലേക്ക് പ്രവേശനമുള്ളൂ. അതേപോലെ തന്നെ ഫുഡുകളൊന്നും മുകളിലേക്ക് അലൗഡുമല്ല. നല്ല സീനറിയാണ്, അതുകൊണ്ട് തന്നെ കാഴ്ചകളും ആസ്വദിച്ച് വളരെ പതുക്കെയാണ് നമ്മൾ മുകളിലേക്ക് കയറിയത്. മുകളിലെത്തുമ്പോഴേക്കും 12 മണിയായി. നമ്മുടെ കയ്യിലെ ബാഗ് കണ്ടിട്ടായിരിക്കണം കുരങ്ങുകൾ പിന്നാലെ വന്നുകൂടി. കുരങ്ങുകളുടെ പ്രശ്നം കൊണ്ടായിരിക്കും മുഴുവനായും നെറ്റ് അടിച്ച് സെറ്റാക്കിയിരിക്കുന്നത്. അകത്ത് ചെറിയൊരു കടയുണ്ട്. അത്യാവശ്യം വെള്ളവും സ്നാക്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കുരങ്ങുകളെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ബന്നും ബിസ്ക്കറ്റും ഒക്കെ റെഡിയാണ്.
അത് വാങ്ങിച്ച് നമുക്ക് കുരങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ വരുന്നവരൊക്കെ മേടിച്ച് കൊടുക്കുന്നത് കൊണ്ടായിരിക്കും ഇവിടെ ഒരു വലിയ പട തന്നെയുണ്ട്. ഇതൊക്കെയാണ് പള്ളിയിലെ അകത്തെ കാഴ്ചകൾ. ഒരു മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി താഴേക്കുള്ള ഇറക്കമാണ്. ഇതും കണ്ട് നേരെ നാട്ടിലേക്ക് വണ്ടി കയറാമെന്നാണ് ആദ്യം കരുതിയിരുന്നെങ്കിലും പിന്നീടാണ് ഏർവാടി കൂടി പോകാമെന്ന് തീരുമാനിച്ചത്. 1:40 താഴെ ഇറങ്ങി ഒരു നന്നാര സോഡയും കുടിച്ച് നിസ്കാരവും കഴിഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് രാമനാഥപുരത്തേക്ക് നമ്മൾ ബസ് കയറി. ഇനി ഏർവാടിയിലേക്കുള്ള യാത്രയാണ്. മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് 2 മണിക്കൂറോളം യാത്രയുണ്ട്. 2 പേർക്കും കൂടി 210 രൂപയാണ് ചാർജ് ആയത്. രാമനാഥപുരം ബസ് സ്റ്റാൻഡ്. വൈകിട്ട് 5:30 ഞങ്ങൾ രാമനാഥപുരത്തേക്ക് ബസ് ഇറങ്ങി. 6 മണിയോടുകൂടി ഞങ്ങൾ ഏർവാടിയിലേക്കുള്ള ബസ് യാത്ര ആരംഭിച്ചു. ഏർവാടി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.